Initiating launch sequence. ഹായ്, ബഹിരാകാശത്തേക്ക് പോയ ആദ്യകാല സാഹസികരെ കുറിച്ച് പറയുമ്പോൾ പല ആളുകളെ കുറിച്ച് നമുക്ക് ഓർമ്മ വരും. ഭൂമിയെ ആദ്യമായി വലവെച്ച യൂറി ഗഗാറിൻ, ബഹിരാകാശത്തേക്ക് എത്തിയ ആദ്യ വനിത വാലന്റീന തെരഷ്കോവ, ചന്ദ്രനിൽ ആദ്യം കാലുകുത്തിയ നീൽ ആംസ്ട്രോങ്. മനുഷ്യന്മാരെ പോലെ ചില മൃഗങ്ങളും ബഹിരാകാശത്തേക്ക് പോയതായി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിലൊന്നാണ് ആദ്യമായി ഭൂമിയെ വലവെച്ച ലൈക്ക എന്ന പട്ടിക്കുട്ടി. ലൈക്ക പക്ഷേ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴേക്കും മരിച്ചുപോയി. എന്നാ ദിവസങ്ങളോളം സഞ്ചരിച്ച് തിരിച്ച് ഭൂമിയിലെത്തി വിലപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തന്ന വേറെയും ഒരുപാട് മൃഗങ്ങളുണ്ട്. അവയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം അമേരിക്കയും സോവിയറ്റ് യൂണിയനും ആയിരുന്നു ലോകത്തെ ഏറ്റവും വലിയ ശക്തികൾ. യുദ്ധം കഴിഞ്ഞ് അവരാദ്യം ചെയ്തത് അക്കാലത്ത് ജർമ്മനിയുടെ കയ്യിലുണ്ടായിരുന്ന അത്യാധുനിക ആയുധങ്ങളെയും അവ നിർമ്മിച്ച ശാസ്ത്രജ്ഞന്മാരെയും സ്വന്താക്കുമായിരുന്നു. ഈ പട്ടികയില് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു V2 റോക്കറ്റ്. ഏകദേശം 100ഓളം V2 റോക്കറ്റുകള് അമേരിക്ക ജർമ്മനിയിൽ നിന്നും അവരുടെ നാട്ടിലേക്ക് എടുത്തുകൊണ്ട് പോയി. ഈ റോക്കറ്റുകളിൽ ഘടിപ്പിച്ചാർന്ന സ്ഫോടക വസ്തുക്കളൊക്കെ മാറ്റി അന്തരീക്ഷ മർദ്ദം, കോസ്മിക് രശ്മികള്, താപനില തുടങ്ങി പലതും പഠിക്കാനുള്ള ഉപകരണങ്ങൾ ഘടിപ്പിച്ച് ബഹിരാകാശത്തേക്ക് വിടാനാണ് അമേരിക്ക തീരുമാനിച്ചത്. 1947 അത്തരം ഒരു V2 റോക്കറ്റില് കോസ്മിക് റേഡിയേഷൻ എപ്രകാരമാണ് ജീവികളെ ബാധിക്കാന്ന് മനസ്സിലാക്കാന് കുറച്ച് ഈച്ചകളെ കയറ്റി അയച്ചു. അവരാണ് ബഹിരാകാശത്തേക്ക് പോയ ലോകത്തെ ആദ്യത്തെ ജീവികള്. 150 കിലോമീറ്റർ മുകളിലോട്ട് പോയിട്ട് തിരികെ വന്ന ആ റോക്കറ്റില് പേടകത്തിനുള്ളിൽ വെച്ചാർന്ന ഈച്ചകള് അപ്പോഴും ജീവനോടുണ്ടായിരുന്നു. ഇത്രയും ഉയരത്തിലെത്തിയിട്ടും ഈച്ചകളുടെ ജനിതക ഘടനയ്ക്കൊന്നും വ്യത്യാസം വന്നിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞതാണ് പിന്നീട് മനുഷ്യന്മാരെ ബഹിരാകാശത്തേക്ക് അയക്കാനുള്ള തീരുമാനങ്ങൾക്ക് കാരണമായത്. ഈച്ചകളുടെ വിജയകരമായ യാത്രയ്ക്ക് ശേഷം 2 വർഷം കഴിഞ്ഞ് 1949 ജൂൺ 14 ആൽബർട്ട് ടു എന്നൊരു റീസസ് കുരങ്ങനെ അമേരിക്ക ബഹിരാകാശത്തേക്ക് അയച്ചു. ആൽബർട്ടും ജീവനോടെ തന്നെ ഭൂമിയിലേക്ക് എത്തിയെങ്കിലും തിരിച്ചിറങ്ങുമ്പോ പാരച്യൂട്ട് തകർന്നു വീണ് ആൽബർട്ട് മരിച്ചുപോയി. അമേരിക്കയുടെ ഇങ്ങനത്തെ ചരിത്ര ദൗത്യങ്ങൾ കണ്ടിട്ട് സോവിയറ്റ് യൂണിയന് വെറുതെ ഇരിക്കാൻ കഴിഞ്ഞില്ല. അമേരിക്ക ചെയ്തതിനേക്കാൾ വലിയ എന്തെങ്കിലും കാര്യം ചെയ്യണമെന്ന് ഉറപ്പിച്ച സോവിയറ്റ് യൂണിയൻ 1957 ഒക്ടോബർ 4 ലോകത്തെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ സ്പുട്നിക് 1 ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് എത്തിച്ചു. അതേ വർഷം നവംബർ 3 ലൈക്ക എന്നൊരു പട്ടിക്കുട്ടി കയറ്റി സ്പുട്നിക് 2 എന്ന ബഹിരാകാശ പേടകവും വിജയകരമായി അവര് ഭ്രമണപഥത്തിലെത്തിച്ചു. അതിനു മുമ്പ് അമേരിക്ക അയച്ച മൃഗങ്ങളൊക്കെ ഉപഭ്രമണപഥത്തിക്ക് മാത്രമാണ് എത്തിയാർന്നത്. അതുകൊണ്ട് തന്നെ അവര് ബഹിരാകാശത്ത് പോയി അതേപോലെ തിരിച്ചു വരികയാണ് ചെയ്തത്. എന്നാ ലൈക്ക ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തി ഭൂമിയെ പ്രദക്ഷിണം വെച്ച ആദ്യത്തെ ജീവിയായി. ലൈക്ക പക്ഷേ പേടകത്തിലെ ചൂട് കൂടി പിന്നീട് മരിച്ചു പോയെങ്കിലും മനുഷ്യനും ബഹിരാകാശത്ത് ജീവിക്കാൻ പറ്റുന്നതിന് നിർണായകമായ അറിവ് അത് തന്നു. ഈ സംഭവങ്ങള് അമേരിക്കയിൽ വലിയ ഞെട്ടലുണ്ടാക്കി. ബഹിരാകാശ സാങ്കേതിക വിദ്യയില് സോവിയറ്റ് യൂണിയന് തങ്ങളെക്കാൾ മുന്നിലാണെന്ന തോന്നല് അവരെ വല്ലാതെ വിഷമിപ്പിച്ചു. എന്നാ ലൈക്കയ്ക്ക് തിരിച്ച് ഭൂമിക്ക് വരാൻ പറ്റിയില്ല എന്ന പോരായ്മ മറികടന്ന് വേറെ എന്തെങ്കിലും ചെയ്യണം എന്ന് അമേരിക്ക ഉറപ്പിച്ചു. 1959 മെയ് 28 ജൂപ്പിറ്റർ AM-18 എന്ന മിസൈലിന് ഏബിൾ, ബേക്കർ എന്നിങ്ങനെ പേരുള്ള 2 കുരങ്ങന്മാരെ അമേരിക്ക ബഹിരാകാശത്തേക്ക് വിട്ടു. അവര് ഉപഭ്രമണപഥത്തിൽ പോയി തിരികെ ഭൂമിയിലേക്ക് ജീവനോടെ തിരിച്ചു വന്നു. പിന്നീട് 1960കളില് ബഹിരാകാശത്തേക്ക് മൃഗങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു. സോവിയറ്റ് യൂണിയൻ നായകളെയാണ് അധികവും പറഞ്ഞയച്ചത്. തെരുവ് നായകൾക്ക് കഠിനമായ സാഹചര്യങ്ങൾ അതിജീവിക്കാൻ കഴിവുണ്ട് എന്ന് അവര് വിശ്വസിച്ചു. എന്നാ അമേരിക്ക മനുഷ്യരായി കൂടുതൽ സാമ്യമുള്ള ചിമ്പാൻസികളെ പറഞ്ഞയച്ചു.
1960 ഓഗസ്റ്റ് 19 സ്പുട്നിക് 5 സോവിയറ്റ് യൂണിയൻ പറഞ്ഞ ബെൽക്ക, സ്ട്രെൽക്ക എന്നീ നായകളുടെ ഒപ്പം ഒരു മുയലും 42 എലികളും 2 അണ്ണാറക്കണ്ണന്മാരും ഈച്ചകള്, ചെടികള്, ഫംഗസുകള് എന്നിവയും ഉണ്ടായിരുന്നു. ഒരു ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച ബെൽക്കയും സ്ട്രെൽക്കയും ജീവനോടെ തന്നെ ഭൂമിയിലെത്തി. അതിൽ സ്ട്രെൽക്കയ്ക്ക് പിന്നീട് 6 കുട്ടികൾ ഉണ്ടാവ്. അതിലൊന്നിനെ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിക്ക് സമ്മാനമായി നൽകുകയും ചെയ്തു. 1966 കോസ്മോസ് 110 പോയ 2 നായക്കുട്ടികള് 22 ദിവസത്തോളം ഭ്രമണപഥത്തിൽ ചെലവഴിച്ചു. ഇതേ സമയത്ത് അമേരിക്ക ബഹിരാകാശത്തേക്ക് അയച്ച ഹാം എന്ന ചിമ്പാൻസി ബഹിരാകാശത്ത് വെച്ച് ലിവറുകൾ പ്രവർത്തിപ്പിച്ച് മനുഷ്യന് സമാനമായ ജോലികൾ ചെയ്യാൻ കഴിയുമെന്ന് തെളിയിച്ചു. ഹാമാണ് അമേരിക്കയുടെ ആദ്യത്തെ മനുഷ്യ ബഹിരാകാശ യാത്രികൻ അലൻ ഷെപ്പേർഡിന് യാത്രയ്ക്ക് കാരണമാക്കിയത്. 1973 അമേരിക്ക അറബെല്ല, അനീറ്റ എന്നിങ്ങനെ പേരുള്ള 2 എട്ടുകാലികളെ ഗുരുത്വാകർഷണം ഇല്ലാത്ത സ്ഥലത്ത് വല നെയ്യാൻ സാധിക്കുമോ എന്നറിയാൻ ബഹിരാകാശത്തേക്ക് അയക്കണ്ടായി. ആദ്യമൊക്കെ ബുദ്ധിമുട്ടെങ്കിലും പിന്നീട് അവയ്ക്ക് ശരിയായ രീതിയിൽ വല നെയ്യാൻ പറ്റി. ഈ 8 കാലികള് അവിടെ വെച്ച് തന്നെ മരിച്ചെങ്കിലും അവര് നെയ്ത വല ഇപ്പോഴും സ്മിത്സോണിയൻ നാഷണൽ എയർ ആൻഡ് സ്പേസ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 8 കാലികളെ പോലെ കൂടുണ്ടാക്കാൻ പറ്റുമോന്ന് നോക്കാന് തേനീച്ചകളെയും ശരിക്കും നീന്താൻ പറ്റുമെന്ന് നോക്കാൻ മീനുകളെയും എലികളെയും ഒക്കെ ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുണ്ട്. ചരിത്രം കുറിക്കാനുള്ള പോക്കാണെന്ന് അറിഞ്ഞിട്ടല്ല ഈ മൃഗങ്ങളൊന്നും റോക്കറ്റിൽ കയറി യാത്ര പോയത്. പക്ഷേ ഈ പറഞ്ഞ ഓരോ മൃഗങ്ങളുടെ യാത്ര കൊണ്ടുണ്ടായ അറിവുകളാണ് പിന്നീട് പോയ ഓരോ മനുഷ്യന്മാർക്കും ചരിത്രം കുറിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തത്.